Jai Krishna Jai Krishna Jai Krishna Jai Krishna Jai Krishna Jai Krishna Jai Krishna
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോട് കൂടെ കരുണയുള്ള ദൈവമേ, കനിമ തോന്നണമേ. പാവിയാണെങ്കിലും അലിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിമ തോന്നണമേ. പാവിയാണെങ്കിലും അലിവ് തോന്നണമേ. സർവശക്തനായ ദൈവം കനിന് നമ്മുടെ ഈ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണെന്നും അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന സംഖ്യാപുസ്തകത്തിൽ നിന്ന് 11-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മേദാദ് എന്നീ 2 പേർ പാളയത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് തന്നെ പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷു പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. മോശ ജോഷിയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണ്ണമാണ്. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. രണ്ടാം വായന യിശയ്യാവ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുകയും നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ കളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ
കർത്താവേ, അവിടുത്തെ വചനമാണ് സത്യം. ഞങ്ങളെ സത്യത്താൽ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാളെ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാളെ ചൊരിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യോഹന്നാൻ ഈശോയോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നു എങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നു എങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നു എങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 26-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന യൂണിറ്റ് നമ്പർ 3 സെയിൻറ്റ് മൈക്കിൾസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് പരാതിയുമായി ഈശോയുടെ സമീപത്ത് ഒരു കുഞ്ഞിൻ്റെ പിതാവ് വരികയാണ്. ഈ പിതാവിൻ്റെ പരാതി ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞിന് അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു. ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതിന് വേണ്ടി നിന്റെ ശിഷ്യന്മാരുടെ സമീപത്തേക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു. പക്ഷേ നിന്റെ ശിഷ്യന്മാർക്ക് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാൻ സാധിച്ചില്ല.
ഇതാണ് ആ പിതാവിൻ്റെ വലിയ പരാതി. ഈശോയ്ക്ക് വലിയ സങ്കടം തോന്നി. ഈശോ ശിഷ്യന്മാരെ മാറ്റി നിർത്തി അവരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും ഒന്നുകൊണ്ട് മാത്രമേ ഈ കൂട്ടം പുറത്തേക്ക് പോകുകയുള്ളൂ. പ്രാർത്ഥനയും ഉപവാസവും ഒന്നുകൊണ്ട് മാത്രമേ അശുദ്ധാത്മാക്കൾ പുറത്തേക്ക് പോകുകയുള്ളൂ എന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എത്ര കാലം നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും? എത്ര കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? പ്രാർത്ഥനയും ഉപവാസവും ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരം കൂട്ടം പുറത്തേക്ക് പോകുകയുള്ളൂ. ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ശിഷ്യന്മാർ ഒരിക്കൽ യാത്ര പോകുമ്പോൾ കാണുന്നത്, ഒരിടത്ത് ഇവരുടെ കൂട്ടത്തിലല്ലാത്ത ഒരുവൻ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഗണപ്പെടാത്ത ഒരുവൻ, അപ്പോസ്തലൻ എന്ന ലൈസൻസ് ഇല്ലാത്ത ഒരുവൻ ഒരിടത്ത് നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാർ ഉടനെ തന്നെ ഇവനെ വിലക്കുകയാണ്. കാരണം ഈശോയുടെ ശിഷ്യന്മാരെന്ന ആ ലൈസൻസ്, ID കാർഡ് ഇല്ലാത്ത നിനക്ക് എങ്ങനെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ സാധിക്കും? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ശിഷ്യന്മാരിൽ ഗണപ്പെടാത്ത ഒരുവൻ ഏതൊരു ദേശത്ത് അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് കാണുന്ന ശിഷ്യന്മാർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. അത് വന്ന് ഈശോയെ അറിയിക്കുന്നുണ്ട്, നിന്റെ നാമത്തിൽ നമ്മോട് കൂടെയല്ലാത്ത ഒരുവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് ഞങ്ങൾ കാണുകയും അവനെ വിലക്കുകയും ചെയ്തു. ഈശോ ശിഷ്യന്മാരെ തിരുത്തി നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏത് നന്മ പ്രവൃത്തി ചെയ്യുന്നവരും ഈശോയോട് കൂടെ ആയിരിക്കുന്നവരാണ്. ഈശോയോട് കൂടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ നന്മ പ്രവൃത്തികളിലൂടെ കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഉപദേശമാണ് ഈശോ നൽകുന്നത്. ഒരുവന് എന്നോട് കൂടെ ആയിരിക്കുകയും എന്നെ അതേ സമയം തന്നെ ദൂഷിച്ചു പറയുവാൻ സാധിക്കുകയുമില്ല എന്ന് ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരുവന് ഒരു സമയം മാമോനെയും ദൈവത്തെയും ആരാധിക്കുവാൻ സാധിക്കുകയില്ല എന്നും കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ഒരുവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ തീർച്ചയായും കർത്താവിന്റെ വഴികളിൽ നടക്കുന്നവനായിരിക്കും. കർത്താവിന്റെ വഴികളിൽ നടക്കുന്ന അവൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിക്കുന്നവനായിരിക്കും. ആയതുകൊണ്ട് ഏതൊരു നന്മ പ്രവൃത്തി ചെയ്യുന്നവനും കർത്താവിന്റെ ശിഷ്യനാണ് എന്ന് ഈശോ പറയാതെ വരികൾക്കിടയിലൂടെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇനിയും ഇവർക്ക് വ്യക്തത കിട്ടുന്നതിന് വേണ്ടി ഈശോ ചില ഉദാഹരണങ്ങൾ നിരത്തി വയ്ക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക്, എന്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക്, അപ്പോസ്തലന്മാർക്ക്, ഈശോയുടെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് എന്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് തീർച്ചയായും പ്രതിഫലം ലഭിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഒരു പാത്രം വെള്ളം കൊടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഏറ്റവും വളരെ സാധ്യമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ഈശോ പറയുകയാണ്, ഇപ്രകാരം യാതൊരു ചെലവുമില്ലാത്ത, യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം എന്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് എന്റെ നാമത്തിൽ ആരെങ്കിലും നൽകിയാൽ അവന് പ്രതിഫലം ലഭിച്ചിരിക്കുമെന്ന് ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഈശോ വരികൾക്കിടയിലൂടെ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു, ഇപ്രകാരമുള്ള വളരെ നിസ്സാരമായ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവൻ പോലും
ഈശോയുടെ ശിഷ്യനായി എണ്ണപ്പെടുന്നു എന്നുള്ള സൂചന ഈശോ നൽകുകയാണ്. ഇനി ഈശോയുടെ ഗണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർ എപ്രകാരമുള്ളവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ചെറിയവനിൽ ഇടർച്ച വരുത്തുന്നവനാരോ അവന്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി അവൻ കടലിൽ താഴട്ടെ എന്ന് ഈശോ ശക്തമായി വചനം പ്രസ്താവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ എളിയവരിൽ, ഈ ചെറിയവനിൽ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടർച്ച വരുത്തുന്നവനുണ്ടെങ്കിൽ അവന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഈശോ പറയുന്നത് അവന്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി അവൻ കടലിൽ മുങ്ങട്ടെ എന്നുള്ള സൂചന. വീണ്ടും ഈശോ പറയുന്നുണ്ട്, നിന്റെ കരങ്ങൾ നിനക്ക് പാപഹേതുവാണെങ്കിൽ, നിന്റെ പാദങ്ങൾ, നിന്റെ കണ്ണുകൾ നിനക്ക് പാപഹേതുവാണെങ്കിൽ അവ മുറിച്ചു മാറ്റട്ടെ എന്ന്. വളരെ എക്സ്ട്രീം ആംപുട്ടേഷനെ കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. നിന്റെ കരങ്ങൾ, നിന്റെ പാദങ്ങൾ, നിന്റെ കണ്ണുകൾ. ഒരു CA പേഷ്യന്റിനെ കുറിച്ചല്ല ഈശോ പറയുന്നത്, ക്യാൻസറസ് മാലിഗ്നന്റ് പേഷ്യന്റിനെ കുറിച്ചല്ല ഈശോ സംസാരിക്കുന്നത്. മറിച്ച് നിന്റെ കണ്ണുകൾ, നിന്റെ കരങ്ങൾ, നിന്റെ പാദങ്ങൾ നിനക്ക് പാപഹേതുവാണെങ്കിൽ അവ മുറിച്ചു മാറ്റുക. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അടുത്ത അവയവങ്ങൾ കരങ്ങൾ, കണ്ണുകൾ, പാദങ്ങൾ. എങ്കിൽ അങ്ങനെയാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഓർഗൻസ്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിലും നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അവ മുറിച്ചു മാറ്റുക. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നിനക്ക് എത്ര ആത്മസുഹൃത്താണ് എങ്കിലും നിന്റെ ഹൃദയത്തോട്, മനസ്സിനോട് എത്രയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് എങ്കിലും നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ ഇടർച്ചയുണ്ടാക്കുന്നു എങ്കിൽ മാറ്റിവെക്കുവാൻ സാധിക്കണം. അതാണ് വലിയ കൃപ എന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നു. നിന്റെ ഹൃദയത്തിൽ, മനസ്സിൽ ഇടർച്ച നൽകുന്നു എങ്കിൽ അത് ഏറ്റവും പ്രിയമുള്ളത് ആണെങ്കിൽ പോലും അത് മാറ്റിവെക്കണം എന്നുള്ള വലിയ സൂചന ഈശോ നൽകുന്നുണ്ട്. അവസാനം ഈശോ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. കെടാത്ത തീയിലേക്കും പുഴുച്ചാകാത്ത അഗ്നിയിലേക്കും നീക്കപ്പെടുന്നവർ, ശ്രവിച്ചിട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും കണ്ടിട്ടും കാണാതിരിക്കുകയും അറിഞ്ഞിട്ടും വഴി നടക്കാതിരിക്കുകയും ചെയ്യുന്നവർ ചെന്നുപെടുന്ന ഇടങ്ങളെ കുറിച്ച് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായ ആ ഒരു ഇടത്തെ കുറിച്ച് ഈശോ സംസാരിച്ചു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടവയെ മാറ്റാം, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളാം. ആ ഒരു ആത്മീയതയാണ് നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി തീർക്കുന്നത് എന്നുള്ള സൂചന ഇന്നത്തെ സുവിശേഷം നമുക്കായി നൽകുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ഏകദൈവത്തിലും എല്ലാ യുഗങ്ങളുമുണ്ട് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യദൈവവുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിന കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊതുവധികാത്ത സഹകാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുവാതിരിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു.
ആത്മവിശുദ്ധീകരണത്തിനായി പരിശ്രമിക്കുന്ന സഭയെ നയിക്കുവാൻ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കർത്തക്കൊണ്ടിൽ പിതാവിനും നമ്മുടെ വികാരിയച്ഛനും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിക്കുകയും ചെയ്യുന്ന ദൈവമേ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും ഓരോ കുടുംബാംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, അയൽക്കാരുടെ ആത്മാവിലെ സൗന്ദര്യം ദർശിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കുവാനും അവരുടെ വേദനകളിലും പരാതികളിലും നിസ്സംഗത പുലർത്താതിരിക്കുവാനും സഹോദരങ്ങളെ പറ്റി ഒരിക്കലും തിന്മ പറയാതിരിക്കുവാനും മാപ്പിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വാക്കുകൾ പറയാനും നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോഹങ്ങളെ ജയിക്കുവാനുള്ള ശക്തിയും ജഡികാശക്തിക്ക് വഴങ്ങാത്ത ആത്മസ്വാതന്ത്ര്യവും അങ്ങേ അറിയുവാനുള്ള മനസ്സും നേടുവാനുള്ള ഹൃദയവും കണ്ടെത്തുവാനുള്ള വിജ്ഞാനവും വിശ്വസ്തയോടെ കാത്തിരിക്കുവാനുള്ള ക്ഷമയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വിശ്വാസത്തിന്റെ സഹനത്തിന്റെ കരങ്ങളെ എനിക്ക് സമർപ്പിക്കുന്നു. സഹനത്തെ ഓർത്തുവാനും സഹനത്തിന് മുമ്പിൽ ഭീരുവാകുവാനും അനുവദിക്കരുത്. സഹനം രക്ഷാകരമാണെന്ന വിശ്വാസത്താൽ മറ്റെല്ലാം പരിത്യജിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വ്യാപകരായിരിക്കുന്ന ഓരോ മനുഷ്യന്മാരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനാഥർ, വിധവർ, രോഗികൾ, പീഡിതർ എല്ലാവരെയും ഈ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദീനപ്രചോദനത്താൽ അനുനിമിഷം മുന്നേറിച്ചേർത്ത് നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ ദ്വേഷിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും സ്വർഗ്ഗത്തിന്റെ സ്വാതന്ത്ര്യവും മാലാഖമാരുടെ അകമ്പടിയും വിശുദ്ധരുടെ സാമീപ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾ അങ്ങേക്കായി അർപ്പിക്കുന്ന അപ്പത്തോടും വീഞ്ഞിനോടും കാഴ്ചവസ്തുക്കളോടൊപ്പം സ്വീകരിക്കണമേ. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെയിന്റ് മൈക്കിൾസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ ഇവിടെ വിശുദ്ധ ബലിയിൽ സാന്നിധ്യം കൊണ്ട് പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനോ അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി. ആകയാൽ എല്ലാ മലകന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു.
മഞ്ഞുകണം പോലെ ഈ കാണിക്കകളങ്ങേ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വരങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടും കൊടുക്കപ്പെട്ട് സോമനസാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ പാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായുടമണിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിണമേ എന്നിലെ തരണമേ. യേശുവിൻ തടജലമേ എന്നിൽ കരുണ
മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവെ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. ഞങ്ങൾ കർത്താവേ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാലിടുമായിടേണം. വന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എനിക്ക് ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എനിക്ക് ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സ്നേഹരാജനീശ്വരൻ സത്യ
അറിയിപ്പുകൾ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ച സെന്റ് മൈക്കിൾസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ അംഗങ്ങൾ അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന്
കാഴ്ചവയ്പ് സമർപ്പണത്തിലൂടെയും ദൈവവചന വായനയിലൂടെയും വിശ്വസിലൂടെയും പ്രാർത്ഥനയിലൂടെയും വളരെ ഭക്തി നിർമ്മലമായി നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ഈ പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കിയ അഗസ്റ്റിൻ കടവന്ത്ര, ആന്റണി കൊട്ടിയാത്ത്, ലിസി, ലീല, നീതു, റിയ ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കേണ്ടത് 6:30 തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് യൂണിറ്റ് നമ്പർ 4 സെയിന്റ് അൽഫോൺസ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച 6:30 ദിവ്യബലിയിലെ കാഴ്ചവയ്പ് തുക 2100, സ്വസ്ത്രക്കാഴ്ച 2530 രൂപ. പ്രിയമുള്ളവരെ, കുടുംബവർഷമായി ആചരിക്കപ്പെടുന്ന ഈ വർഷം നമ്മുടെ അതിരൂപതയിൽ ജൂബിലി ദമ്പതി സംഗമം 2021 നടത്തപ്പെടുകയാണ്. ഒക്ടോബർ 8 മുമ്പായി 25ഉം 50ഉം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ അവരുടെ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് അതിരൂപതയിൽ നൽകേണ്ടതാണ്. 1996 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ രജത ജൂബിലി ആഘോഷിക്കപ്പെടുന്നവരും 1971 കാലഘട്ടത്തിൽ ജാനുവരി മുതൽ ഡിസംബർ വരെ വിവാഹ കുദാശ സ്വീകരിച്ച സുവർണ ജൂബിലി ദമ്പതികൾക്കുമാണ് ഈ വർഷം ജൂബിലി ദമ്പതി സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ദമ്പതികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓഫീസിൽ വന്നെത്തി അതിൻ്റെ ഫോം സ്വീകരിച്ച് ഫില്ല് ചെയ്ത് വികാരിയച്ഛൻ്റെ ഒപ്പോടും സീലോടും കൂടെ അത് അതിരൂപതയിൽ എത്തിക്കണമേ എന്ന് അറിയിക്കുന്നു. അപേക്ഷ ഫോമുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8 പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസം ജപമാല മാസമാണ്. അതുപോലെ മിഷൻ സൺഡേ, ആഗോള മിഷൻ ഞായറൊക്കെ ആഘോഷിക്കപ്പെടുന്ന മാസം ഒക്ടോബർ മാസമാണ്. മിഷൻ ഞായർ, മിഷൻ കലണ്ടറുകൾ അതിരൂപതയിൽ നിന്നും ഇടവകയിലായിട്ട് ഭവനങ്ങൾക്ക് നൽകുവാനുള്ള കലണ്ടർ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വർഷവും കലണ്ടറിന് കൂടെ മിഷൻ കവറുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള സാമ്പത്തികമായ പ്രത്യേക ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ച് അഭിമന്യ പിതാവ് അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മിഷൻ കലണ്ടറുകൾ മാത്രമാണ് ഭവനങ്ങളിലേക്ക് നൽകപ്പെടുന്നത്. യൂണിറ്റ് ഭാരവാഹികൾ അതെല്ലാം സ്വീകരിച്ച് ഭവനങ്ങളിൽ നൽകണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ജപമാല മാസാചരണത്തിൻ്റെ സമയമാണ് ഒക്ടോബർ മാസം. നമ്മുടെ ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ജപമാല അർപ്പിച്ച് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വർഷവും ഒക്ടോബർ 1 മുതൽ 10 വരെ ജപമാല വാരാചര ദിനങ്ങളായി നമ്മൾ ആഘോഷിക്കുകയാണ്. ആയതുകൊണ്ട് ആ ദിനങ്ങളിൽ വൈകിട്ട് മാത്രമേ ദിവ്യബലി ഉണ്ടായിരിക്കുകയുള്ളൂ. വൈകിട്ട് 5:30 ദിവ്യബലി, തുടർന്ന് ജപമാല അർപ്പണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവയാണ് ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ 10 വരെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ ദയവ് ചെയ്ത് വൈകിട്ടുള്ള ആ ദിവ്യബലിയിൽ പങ്കുചേരണമേ എന്ന് അറിയിക്കുകയാണ്. ഒക്ടോബർ 31 ജപമാല സമാപന ആഘോഷണ തിരുക്കർമ്മങ്ങളും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മാസം പരേതർക്കായി സഭ പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഓർമ്മയുടെ മാസമാണ്, ദിനങ്ങളാണ്. നവംബർ 1 പതിവ് പോലെ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ച് കുഴിമാടങ്ങളിൽ പ്രാർത്ഥന അർപ്പിച്ച് ആശീർവദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷം നവംബർ മാസം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് നമ്മുടെ സെമിത്തേരിയിൽ
ദിവ്യബലി അർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. നവംബർ മാസം വൈകിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി അർപ്പണം സെമിത്തേരിയിൽ നടത്തപ്പെടുന്നതും തുടർന്ന് കുഴിമാടങ്ങൾ പൊതുവായി ആശീർവദിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ നവംബർ മാസം അവസാനം നവംബർ 30-ാം തീയതിയും ആഘോഷമായ ദിവ്യബലിയോടുകൂടെ കുഴിമാടങ്ങൾ ആശീർവദിക്കുന്നതുമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സെമിത്തേരിയിൽ ദിവ്യബലി അർപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെയുള്ള പരിസരം കൊണ്ട് അവിടെ അഴുക്കും അതുപോലെ പുല്ലുമൊക്കെ വളർന്ന് അല്പം ഭംഗിയല്ലാത്ത രീതിയിലാണ് ആയിരിക്കുന്നത്. ആയതുകൊണ്ട് സെമിത്തേരിയിൽ കട്ട വിരിച്ച് അത് ഭംഗിയാക്കി ദിവ്യബലിക്ക് അനുയോജ്യമായ സാഹചര്യം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ അത് വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഒരു അനാദരവ് ആയിരിക്കും. ആയതുകൊണ്ട് നമ്മുടെ സെമിത്തേരിയിൽ കട്ട വിരിക്കുവാനൊക്കെ പദ്ധതി ഇടുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരു ശ്രമദാനം നടത്തപ്പെടുന്നുണ്ട്. കുറച്ച് മണ്ണൊക്കെ വാരി അവിടെ നിലമൊക്കെ ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സാധിക്കുന്നവരൊക്കെ അതിൽ വന്ന് പങ്കുചേരണമേ എന്ന് അറിയിക്കുകയാണ്. അതുപോലെ ലീജിയൻ ഓഫ് മേരിയിലെ അമ്മച്ചിമാരൊക്കെ പ്രത്യേകം 3 മണിക്ക് ഒന്ന് വന്ന് സഹായിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ രാവിലെ 10 മണിക്ക് സെമിത്തേരിയുടെ ഭിത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി പെയിന്റൊക്കെ ചെയ്യുന്നതാണ്. അതിനും സാധിക്കുന്നവർ പങ്കുചേരുക. 10 മണിക്ക് വരുവാൻ സാധിച്ചില്ലെങ്കിൽ 3 മണിക്കെങ്കിലും വന്ന് സഹായിക്കണമേ എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കട്ട വിരിക്കുന്നതിന് വലിയൊരു സാമ്പത്തികമായ ചെലവ് നിലനിൽക്കുന്നുണ്ട്. ആരും ഭയപ്പെടേണ്ട. യൂണിറ്റ് തലത്തിൽ ഭവനങ്ങളിൽ നിന്ന് ഒരിക്കലും സാമ്പത്തിക സഹായമൊന്നും ആവശ്യപ്പെടുകയില്ല. കട്ട വിരിക്കുന്നതിനുള്ള 15% ആകെ തുകയുടെ 15% തുക മാത്രമാണ് ഇപ്പോൾ കൈവശം ലഭിച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ അഭ്യുദയകാംക്ഷികൾ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദയവ് ചെയ്ത് എന്നെ സമീപിക്കണമേ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ല എങ്കിൽ ഈ ഒരു പദ്ധതിക്കായി നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും നൽകി അനുഗ്രഹിക്കണമേ എന്നും ഓർമ്മിപ്പിക്കുകയാണ്. സമാപന ആശീർവാദത്തിനായി നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. അൽത്താരയിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പങ്ങൾ നൽകിയതും ഒരുക്കിയതും കൂടാരപ്പള്ളി ഷൈനും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച് ഉദാസിയിലും മേഷമരിതരും പരിഭൂഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.
കനിവിൻ